ശ്രീ കൊട്ടിയൂർ പെരുമാൾ നെയ്യാമൃത സമിതി കടത്തനാട് നെയ്യാമൃത കൂട്ടായ്മയുടെ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ നടന്നു. കണ്ണൂക്കര വടക്കൻതോട്ടം ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന പരിപാടി മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ അംഗം സോമൻ നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. വടകര സത്യസായി ഭജന സമിതിയുടെ രുദ്രാജപത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സമിതി പ്രസിഡന്റ് പ്രദീപ് കുന്നത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ അംഗം സോമൻ നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കൂട്ടായ്മയുടെ ഭാഗമായ വരുന്ന ഏപ്രിൽ 5 തന്നെ ചെങ്ങാട്ടുമഠത്തിലും നെയ്യമൃത സംഘത്തിന്റെ കുടുംബ കൂട്ടായ്മ ഏപ്രിൽ മാസം മട്ടന്നൂരിൽ വെച്ചും നടത്തപ്പെടുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ നടത്തപ്പെടുമ്പോഴും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എന്ത് നടക്കുന്നു, എന്താണ് അവിടുത്തെ രീതികൾ എന്ന് ഈ രണ്ട് സംഘങ്ങൾക്കും വേണ്ടത്ര അതിൽ അവകാശങ്ങളോ പ്രാധാന്യമോ ഇല്ല. ഒരുപക്ഷെ ഇത്തരം സംഘടനകൾ അതേസമയം അവിടെയുള്ള നെയ്യമൃത് സംഘം ഇളനീർക്കാരുടെ കൂട്ടായ്മയുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം 15 കോടിയാണ് വരുമാനമെങ്കിൽ ഇളനീർ സംഘത്തിന് 5 കോടിയിൽ പരം വരുമാനം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നുണ്ടായി. അതൊരുപക്ഷെ പൊതുസമൂഹം വേണ്ടത്ര മനസ്സിലാക്കുന്നുണ്ടാവില്ല. അതെങ്ങനെ നേടിയെടുക്കാൻ അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും എങ്ങനെ ഉണ്ടായി എന്നാണ് പരിശോധിക്കേണ്ടത്. അവരെ കൂട്ടായ്മയുടെ ഭാഗമായാണ്. നമ്മളോ മുന്നോക്കക്കാരിൽപ്പെട്ട നമ്മൾ 2 വിഭാഗങ്ങളായി 2 വ്യത്യസ്ത തലത്തിൽ ചിന്തിക്കുന്നവരായി. ഒരു അവകാശങ്ങളുള്ള നെയ്യാടവർക്ക് തിരിച്ചു വരിക തീർന്നു. ചടങ്ങിൽ അച്യുതക്കുറുപ്പ് സ്വാഗതം പറഞ്ഞു. കൊട്ടിയൂർ സ്ഥാനികനായ ഉഷാക്കാമ്പ്രം പരമേശ്വരൻ നമ്പൂതിരി ദീപപ്രോജ്വലനം നടത്തി സംസാരിച്ചു. നെയ്യമൃത സംഘക്കാർ കൊണ്ടുവരുന്ന നെയ്യ് തൃക്കടാരിയുടെ കൈവശം വന്ന് പിന്നീട് പാലൊന്നും നമ്പൂതിരിയുടെ കയ്യിലെത്തി. അദ്ദേഹം അതിൻ്റെ അടപ്പൊക്കെ തുറന്ന് ആ മഹനീയമായ നെയ്യമൃത് ഞങ്ങളുടെ കയ്യിലെത്തിക്കുന്നു. ആദ്യമായി വില്ലിപ്പാല വലിയ കുറുപ്പിൻ്റെ വലിയ കുംഭമാണ് അഭിഷേകം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹരിഗോവിന്ദം വിളി കേൾക്കാം. രണ്ടാമതായി കമ്മങ്ങാടൻ നമ്പ്യാരുടെ 2ാമത്തെ വലിയ കുംഭവും അഭിഷേകം ചെയ്യുന്നു. പിന്നെ അതിൻ്റെ മുറപ്രകാരം വഴിക്ക് വഴി എല്ലാ മഠങ്ങളും നെയ്യമൃത് എത്തിക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. സമിതി ജനറൽ സെക്രട്ടറി പ്രവീൺ കുമാർ പ്രവർത്തന അവലോകനവും സമിതി ട്രഷറർ പ്രമോദ് അനുസ്മരണവും നടത്തി. തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാർ അനുഗ്രഹണ ഭാഷണം നടത്തി. ശ്രീജേഷ് മാസ്റ്റർ വിളമന മുഖ്യപ്രഭാഷണം നടത്തി. രാമകൃഷ്ണൻ മാസ്റ്റർ, വിശ്വമോഹൻ മാസ്റ്റർ, ശശീന്ദ്രൻ മാസ്റ്റർ, വിനോദ് ആവ്യട്ടത്ത്, ഹരികൃഷ്ണൻ എന്നിവർ ആശംസയർപ്പിച്ചു. ചടങ്ങിൽ മഠം കാരണവന്മാരെ ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും ഉന്നത വിജയം നേടിയവർക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. പ്രഫുൽ ചന്ദ്രൻ നന്ദി പറഞ്ഞു. വടക്കൻതോട്ടം ഭഗവതി ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരയും മറ്റു കലാപരിപാടികളുടെയും നെയ്യാമൃത സമിതിയുടെ കടത്തനാട് കൂട്ടായ്മ സമാപിച്ചു.